വയനാട്ടിലെ അനധികൃത ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയുമായി ജില്ലാ ഭരണകൂടം. ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നറിയുന്നു. അക്ഷയ കേന്ദ്രങ്ങളുടെ പേരും കളർ കോഡും വ്യാജമായി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയാകും നടപടി. തദ്ദേശ സ്വയംഭരണ വകുപ്പും സംസ്ഥാന IT മിഷനുമായി ചേർന്നാണ് പരിശോധന നടത്തുക. ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കും പരാതിപ്പെടാം. മുബാറക്ക് വിവരങ്ങളുമായി ചേർന്നുണ്ട്. മുബാറക്ക്, വിവരങ്ങൾ. സേതു, വയനാട് ജില്ലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഓൺലൈൻ സ്ഥാപനങ്ങളുണ്ട്. അവർക്കെതിരെയാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നടപടികൾ വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഈ അക്ഷയ കളർ കോഡ്, അക്ഷയയുടെ നീല നിറത്തിൽ വെള്ള എഴുത്തിൽ വരുന്നതായിട്ടുള്ള എഴുത്ത് രീതിയുണ്ട്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട പേര്, ഈ അക്ഷയനോട് ചേർന്നിട്ടുള്ള നാമകരണം വരുന്ന പേരുകൾ മറയാക്കി ചില ഓൺലൈൻ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ അനധികൃതമായി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായിട്ട് ജില്ലയിലുടനീളം പരിശോധനകൾ നടത്താനാണ് തീരുമാനം. സംസ്ഥാന IT മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടാതെ ജില്ലാ ഭരണകൂടവും സംയുക്തമായി കൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുള്ളത്. രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലേക്ക് നയിച്ചത്. അതായത് ഒന്ന്, ഈ ഉപഭോക്താക്കളുടെ പരാതിയാണ്. ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇവർ അധികമായി തന്നെ ഇത്തരം പണം ഈടാക്കുന്നുണ്ട് എന്നുള്ളതുമാണ് പ്രധാനമായിട്ടുള്ള കണ്ടെത്തൽ. പ്രധാനമായിട്ടും ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഈ ഓൺലൈൻ സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിന് അത് അക്ഷയ കേന്ദ്രങ്ങളെയാണ് സർക്കാർ നിയമിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത് മറയാക്കി നിരവധി സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. കൂടാതെ ഈ നിരവധി, അതായത് വ്യാജമായ പേരുകളും ഇതിനോടൊപ്പം ചേർത്ത്, ഈ അക്ഷയയോട് സമാനമായ പേരുകളും ചേർത്ത് ചില സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ജില്ലാ ഭരണകൂടം അടക്കം ശക്തമായ പരിശോധനകൾ ജില്ലയിൽ നടത്താനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കും പരാതി നൽകാനുള്ള അവസരമുണ്ട്. അതിൽ 155300 എന്നുള്ള ഈ നമ്പറാണ്, ഈ ഗവൺമെന്റ് സിറ്റിസൺ കോൾ സെന്റർ നമ്പറാണിത്. ഈ നമ്പറിൽ ബന്ധപ്പെടാനും സാധിക്കും എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ വയനാട് ജില്ലയിൽ ശക്തമായ പരിശോധന